ഹേ വാട്ട്സപ്പ് ഗൈസ്, നിങ്ങൾ ഐഫോൺ മിസ്സായോ? പേടിക്കണ്ട, നാളെ ഫോട്ടോസ് ആയതും ഇനി നമ്മൾ വെക്കും. ഫോണിൽ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. നിങ്ങളൊക്കെ ഫോണിൽ ഷോർട്ട് കട്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ആപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഈ റൈറ്റ് സൈഡിലുള്ള ഫോൺ എൻ്റെ ഫോണാണ്. ഇതിൽ നമ്മൾ ആ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഫോണിലേക്ക് ആഡ് നമ്പറായിട്ട് കൊടുത്തത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഫോണാണ്. ഇനി ഈ ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫോൺ മിസ്സായെന്ന് കരുതാം. അപ്പോൾ ഈ ഫോൺ ആഡ് നമ്പർ കൊടുത്ത ഫോണിൻ്റെ അകത്ത് നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചൊരു മെസ്സേജ് ഇതിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി നമുക്ക് എവിടെയുള്ളതെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇത് തന്നെ കാണാൻ പറ്റും. ഞാൻ ലോസ്റ്റ് എന്നാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ആ മെസ്സേജ് ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ഫോൺ ബ്രൈറ്റ്നസ് കുറയും, സ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസ് വരും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ടേക്ക് ചെയ്യും, ബാക്ക് ക്യാമറ ടേക്ക് ചെയ്യും, ലൊക്കേഷൻസ് എടുക്കും, പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് ലാസ്റ്റ് എത്രയുണ്ട് അതും എടുക്കും. ആ കാര്യങ്ങൾ മൊത്തം നമുക്ക് ഈ ഫോണിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ലോസിൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും മെസ്സേജിൽ. ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ അതുപോലെ തന്നെ ആഡ് ഷോർട്ട് കട്ട് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ആഡ് ഷോർട്ട് കട്ട് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ കയറിയിട്ട് ഫസ്റ്റ് ലൊക്കേഷൻ പ്രോപ്പർ കിട്ടാൻ വേണ്ടി ചെയ്യാണ്. ലൊക്കേഷൻസിൽ കയറുക, അതിൽ നിയറസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ബെസ്റ്റ് എന്ന് കൊടുക്കുക, ജസ്റ്റ് ബാക്ക് ചെയ്യുക. പിന്നെ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യണം. ഇനി ഓട്ടോമേഷൻ മെസ്സേജസ് സെൻഡർ, അവിടെ നമുക്ക് ആരെ കോൺടാക്റ്റ് ആണോ ആഡ് ചെയ്യേണ്ടത് അവരുടെ കോൺടാക്റ്റ് ആഡ് ചെയ്യുക, ഡൺ കൊടുക്കുക. മെസ്സേജ് എന്താണോ നമുക്ക് എന്ത് മെസ്സേജ് അയക്കുമ്പോഴാണോ നമ്മളെ ട്രാക്ക് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് വെക്കുക. റൺ ഇമീഡിയറ്റ്ലി കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് ന്യൂ ഷോർട്ട് കട്ട്, ഇവിടെ കയറിയിട്ട് റൺ ഷോർട്ട് കട്ട് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഷോർട്ട് കട്ട് യൂസ് കൊടുക്കുന്നു. ചൂസ് ഷോർട്ട് കട്ട് ഇൻപുട്ട്, അതിൽ തന്നെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഡൺ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ബാക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മളെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ആരും ഫോൺ അടിച്ച് മാറ്റിക്കൊണ്ടുള്ള കാര്യം ടെൻഷൻ ഒന്നും അടിക്കണ്ട. അത്രേ ഉള്ളൂ.